നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. നഗരത്തിൽ ഇനി പ്രകാശമയം. ബേക്കറി മേൽപ്പാലത്തിനു പിന്നാലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ചുറ്റിയുള്ള മേൽപ്പാലവും കളർഫുള്ളായി. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലത്തിൽ സ്ഥാപിച്ച വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കേരള ഇലക്ട്രിക്കൽ ലിമിറ്റഡാണ് പാലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. 20 തരത്തിലുള്ള വിവിധ ലൈറ്റുകളാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് മുന്നിലെ മേൽപ്പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ നിശ്ചയിച്ചിരിക്കുന്ന ഇടവേളകളിലായി ഓരോ നിറത്തിലുള്ള പ്രകാശങ്ങൾ തെളിയും. മേയർ ആര്യ രാജേന്ദ്രനും മറ്റു രാഷ്ട്രീയ നേതാക്കളും സന്നിഹിതരായിരുന്നു. ട്രംപ് വീഴ്ത്തിയ സ്വർണ്ണവില ബൈഡൻ തിരിച്ചുകയറ്റി. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴം ഉറപ്പാക്കിയ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ ഇടിഞ്ഞ സ്വർണ്ണവില നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടികളെ തുടർന്ന് വീണ്ടും ഉയർത്തി. $2,536 ഇടിഞ്ഞ വില 3 ദിവസങ്ങൾ കൊണ്ട് $100 ഉയർത്തിയത്. 300 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള US നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതോടെ യുദ്ധ സാഹചര്യം വീണ്ടും രൂക്ഷമായതോടെയാണ് സ്വർണ്ണവില ഉയർന്നത്. മാലിന്യമുക്തം ക്യാമ്പയിനിൽ ഇനി KSRTCയും. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന 2 KSRTC സ്റ്റേഷനുകൾ ഹരിത സ്റ്റേഷനുകളായി മാറുന്നു. തിരുവനന്തപുരം സെൻട്രലും കാട്ടാക്കടയുമാണ് ഹരിത സ്റ്റേഷനുകളായി മാറുന്നത്. ഇതോടൊപ്പം ജില്ലയിലെ മറ്റ് 18 ചെറിയ സ്റ്റേഷനുകളും ഹരിത സ്റ്റേഷനുകളാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ക്യാമ്പയിനിന്റെ ഭാഗമായി ബസ് സ്റ്റേഷനുകളുടെ ഖരദ്രാവക മാലിന്യ സംസ്കരണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ബോധവൽക്കരണം നൽകുകയും ചെയ്യും. നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം. നഗരത്തിൽ കൊലവിളിച്ച് ഗുണ്ടാ ലഹരി മാഫിയ സംഘങ്ങൾ. ലഹരിയുടെ ബലത്തിൽ ജനങ്ങളെയും പോലീസിനെയും ആക്രമിക്കുന്ന നിലയ്ക്ക് നഗരത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ അതിക്രമങ്ങൾ തുടരുകയാണ്. കൂടാതെ ലഹരിമരുന്ന് സംഘങ്ങളുടെ വിളയാട്ടത്തിൽ പകച്ചു നിൽക്കുകയാണ് പോലീസ് സംഘം. ഗ്രാമപ്രദേശങ്ങളിലാണ് ഗുണ്ടാ വിളയാട്ടം കൂടുതലായി ഉയരുന്നത്. വാടക കൊലപാതക സംഘങ്ങൾ ഉൾപ്പെടെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നഗരത്തിൽ പോലീസിന്റെ കർശന ഇടപെടലുകൾ കാരണമാണ് ഗുണ്ടാ സംഘങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയത്. ഇതോടെ ഈ മേഖലകളിലും ഗുണ്ടാ വിളയാട്ടം വർദ്ധിക്കുകയാണ്. കൂടാതെ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയും കൊട്ടേഷൻ പ്രവർത്തനവുമാണ് ഇപ്പോൾ പ്രധാനമായും നഗരത്തിൽ നടക്കുന്നത്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയാകുന്ന ലഹരി മാഫിയ ഗുണ്ടാ സംഘങ്ങൾ ഇല്ലാതെയാകണമെങ്കിൽ പുതിയ നിയമരീതികൾ നിലവിൽ വന്നേ പറ്റൂ. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണുമെന്ന് തേർഡ് ഡിവിഷനും പ്രതീക്ഷിക്കുന്നു. 70 കഴിഞ്ഞവർക്കുള്ള ചികിത്സ കേരളത്തിന് പുറത്ത്. വരുമാന പരിധിയില്ലാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി വയോവന്ദന കാർഡ് എടുത്തവർ കാരുണ്യ ആരോഗ്യ സുരക്ഷയിൽ നിന്നും പുറത്തായി. നിലവിൽ കാസ്പിൽ ഉൾപ്പെട്ട് സൗജന്യ ചികിത്സ ലഭിക്കുന്നവരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടെയാണ് സ്ഥാപനത്തിന്റെ സൗജന്യ ചികിത്സയിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. കേന്ദ്ര പദ്ധതിയിൽ ഒരാൾ അംഗമായാൽ കാസ്പ് പദ്ധതിയിൽ നിന്നും കുടുംബാംഗങ്ങളെ എല്ലാവരെയും പുറത്താക്കുകയും ചെയ്യും. ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. 5 ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. രാമവർമ്മപുരം ബേലീഫ് ഈസ്റ്റ് ഹോട്ടലിലെ നവ്യ റെസ്റ്റോറന്റ്, കൊക്കലയിലെ നാഷണൽ സ്റ്റോർ, പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ്, വെസ്റ്റ് ഫോർട്ടിലെ കിൻസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. കൂടാതെ 21 ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകുകയും 5 ഹോട്ടലുകൾ പിഴ അടപ്പിക്കുകയും ചെയ്തു. വന്ദേ ഭാരത് ഇനി കശ്മീരിലേക്കും. കശ്മീരിനെ ദില്ലിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്കിൽ കശ്മീരിനെ ദില്ലിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും റെയിൽവേ സഹമന്ത്രി നവ്നീത് സിംഗ് അറിയിച്ചു. കൂടാതെ ഇത് ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു. സഹകരണ സംഘം പ്രസിഡന്റ് റിസോർട്ടിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനനെ റിസോർട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാവിലെ കാട്ടാക്കട അമ്പൂരി തേക്കുംപാറയിലെ സ്വന്തം റിസോർട്ടിന് പുറകിലാണ് മോഹനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിശോധനയിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. CPM നേതാവ് വെള്ളനാട് ശശിക്കെതിരെ പരാമർശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തലസ്ഥാനത്ത് MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ.
നെയ്യാറ്റിൻകരയിൽ MDMA-യുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കരിമം സ്വദേശി രാഹുൽ, കാലടി സ്വദേശി മിഥുൻ രാജ് എന്നിവരാണ് വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന മയക്കുമരുന്നുമായി പിടികൂടിയത്. പ്രാവച്ചമ്പലം, പള്ളിച്ചൽ, ബാലരാമപുരം ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്നു ഈ യുവാക്കളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹമാസ് ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ല. ഗാസ സന്ദർശിച്ച് നെതന്യാഹു. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഗാസയിൽ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഹെൽമറ്റും ധരിച്ച് ഗാസയിലെ കടൽ തീരത്ത് നിന്നുകൊണ്ട് ഹമാസ് ഇനി മടങ്ങി വരില്ലെന്ന് നെതന്യാഹു അവകാശപ്പെടുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. റീൽസ് എടുത്താൽ കൈയും കാലും തല്ലി ഒടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. റീൽസ് ചിത്രീകരണത്തിനിടെ നിയന്ത്രണം വിട്ട ന്യൂജൻ ബൈക്ക് ഓട്ടോറിക്ഷയിൽ ഇടിച്ച സംഭവത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിരുവല്ല മുത്തൂർ മനക്കച്ചിറ റോഡിലെ നാട്ടുകടവ് പാലത്തിന് സമീപം 4 കൗമാരക്കാരുടെ സംഘം നടത്തിയ റീൽസ് ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത്. അമിത വേഗതയിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ തട്ടി മറിയുകയായിരുന്നു. ഓട്ടോ തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇങ്ങനെയൊരു മുന്നറിയിപ്പുമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ രംഗത്തെത്തിയത്. വിൽപ്പനയ്ക്കുള്ള ഐസ് പാക്ക് ചെയ്യുന്നതിനിടെ രുചിച്ചു നോക്കി ജീവനക്കാരൻ, കട പൂട്ടിച്ച് പോലീസ്. ഐസ് പാക്ക് ചെയ്യുന്നതിനിടെ ജീവനക്കാരൻ രുചിച്ചു നോക്കുന്ന ദൃശ്യം പുറത്തായതോടെ സ്ഥാപനത്തിലെ ഉപകരണങ്ങളുമായി രക്ഷപ്പെടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കോഴിക്കോട് എസ്റ്റേറ്റിൽ വട്ടോളി ഈയാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഐസ് മീ എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പാക്കിങ്ങിനെടുക്കുന്ന ഐസുകൾ രുചിച്ചു നോക്കി പാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കുട്ടിക്ക് വേണ്ടി ഐസ് വാങ്ങാനെത്തിയ രക്ഷിതാവാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രവാസിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ. കോട്ടയം വൈക്കത്ത് കൈക്കൂലി കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിലായി. ഉല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ TK-യാണ് വിജിലൻസ് പിടികൂടിയത്. പ്രവാസിയിൽ നിന്ന് പോക്കുവരവ് ആവശ്യത്തിനായി 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് പിടിയിലായത്. പ്രവാസിയിൽ നിന്ന് 60,000 രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. രാമേശ്വരത്ത് മേഘവിസ്ഫോടനം. കഴിഞ്ഞ ദിവസം 362 മില്ലിമീറ്റർ മഴയാണ് രാമേശ്വരത്ത് പെയ്തത്. വടക്കു കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ തമിഴ്നാട്ടിലും വ്യാപകമായ മഴയാണ്. കൂടാതെ തെക്കൻ ജില്ലകളിലും മഴ ശക്തിയായി പെയ്യുന്നുണ്ട്. വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി മുൻകരുതലെന്ന നിലയിൽ പല ജില്ലകളിലും ഭരണകൂടം അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. CBSE ബോർഡ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. CBSE 10+2 ക്ലാസ്സിലെ ബോർഡ് പരീക്ഷാ തീയതിയാണ് പ്രഖ്യാപിച്ചത്. 2025 ഫെബ്രുവരി 15 ആരംഭിക്കുന്ന പരീക്ഷകളിൽ 10ാം ക്ലാസ്സിലേത് മാർച്ച് 18-നും 12ാം ക്ലാസ്സിലേത് ഏപ്രിൽ 4-നും അവസാനിക്കും. ഇതാദ്യമായിട്ടാണ് പരീക്ഷയുടെ സമയക്രമം 86 ദിവസങ്ങൾക്ക് മുൻപ് വിജ്ഞാപനം ചെയ്യുന്നത്. ആംബർ ഗ്രീസിന് സമാനമായ വസ്തു കണ്ടെത്തി. ആംബർ ഗ്രീസ് എന്നറിയപ്പെടുന്ന തിമിംഗലത്തിന്റെ ഛർദിലിന് സമാനമായ വസ്തു കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി. വിപണിയിൽ ആംബർ ഗ്രീസിന് കോടികളാണ് വില. കഴിഞ്ഞ ദിവസം രാവിലെയാണ് മര്യനാട് കടലിന്റെ ഭാഗത്ത് ദ്രാവകം പോലുള്ള വസ്തു മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയത്. തുടർന്ന് കരയ്ക്കെത്തിക്കുകയും കഠിനംകുളം പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. സ്പേം തിമിംഗലങ്ങളുടെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത്. പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നത്. ഇത് തിമിംഗലത്തിന്റെ ഛർദിൽ തന്നെയാണോ എന്നറിയാൻ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. നാരങ്ങ നീര് ദഹന എൻസൈമുകളുടെ ഉത്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും പോഷകങ്ങളുടെ ആഗിരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ നാരങ്ങ നീരിലെ അസിഡിറ്റി വയറ്റിലെ ആസിഡുകളെ സന്തുലിതമാക്കാനും ദഹനക്കേട് കുറയ്ക്കാനും സഹായിക്കുന്നു. നാരങ്ങ നീരിലെ സിട്രിക് ആസിഡിന് ബാക്ടീരിയകളെയും മറ്റണുക്കളെയും നശിപ്പിക്കാൻ കഴിയും. ഇത് വൃത്തിയാക്കാൻ കൂടി സഹായിക്കുന്നു. ചെറുനാരങ്ങ വെള്ളത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഗുണങ്ങളിലൊന്നാണ് രോഗപ്രതിരോധ ശേഷി. ചർമ്മ സൗന്ദര്യത്തിനും നാരങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.